ഹായ് ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആൻഡ് ഷീ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ എന്റെ പ്രിയപ്പെട്ട SLC കുട്ടികളെ. എടാ, എല്ലാവരും പഠനത്തിന്റെ ഓരോ സ്റ്റെപ്പിലായിരിക്കും അല്ലെ. സോ ഇന്ന് നമ്മൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്താലോ. സോ ഒന്നാമത് ക്വസ്റ്റ്യൻ നോക്കാടാ. അലുമിനിയം ഈസ് മാനുഫാക്ചർ ബൈ ദ ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിന. അലുമിനിയം ഉണ്ടാക്കുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. സോ ഒന്നാമത് ക്വസ്റ്റ്യൻ, വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് അലുമിന? അതായത് അലുമിനിയുടെ ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ, അലുമിനിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അലുമിനിയെ ഇലക്ട്രോലൈസിസ് ചെയ്യും, അഥവാ അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണം. ഇതിൽ നമ്മൾ എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്നാണ് ചോദിച്ചത്. മക്കളെ ഒരിക്കലും മറന്നു പോകരുത്, പഠിച്ചു പോകുക. 2 പോയിന്റേ ഉള്ളൂ. ഒന്നാമത്തെ അലുമിനിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താടാ, വെരി ഹൈ ആണ്. ഈ മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാംഗം കുറക്കാൻ പഠിക്കട്ടോ, സിമ്പിൾ ആയി കിട്ടും. അലുമിനിയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും ദ്രവണാംഗം കുറക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നത്. 1 മാർക്കോ 2 മാർക്കിനോ വരും കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞത്? മെൽറ്റിംഗ് പോയിന്റ് കുറക്കണം, ദ്രവണാംഗം കുറക്കണം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത കൂട്ടും വേണം. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ. അപ്പൊ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാ എന്നുള്ളത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അയോൺസ് ആർ പ്രസന്റ് ഇൻ അലുമിന? അലുമിനയിൽ അടങ്ങിയിട്ടുള്ള അയോണുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. അലുമിന എന്ന് പറയുമ്പോൾ എന്റെ മകൾക്ക് അറിയാം Al2O3 എന്നല്ലേ. Al2O3 2 ആൾക്കാരുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നോക്കടാ, Al2O3 എന്ന ഇതിൽ 2 ആൾക്കാരുള്ളത്. ആരൊക്കെടാ? അലുമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ ഈ 2 അയോൺസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങൾ ഏതൊക്കെയാടാ എന്നാ പഠിച്ചോ. Al3+ഉം 2O3O2-ഉം. അപ്പൊ സിമ്പിൾ ആയിട്ട് മക്കളെ എഴുതിയാൽ മതി. Al3+ എന്ന് പറഞ്ഞ അയോൺ ഉണ്ട്, O2- എന്ന് പറഞ്ഞിട്ടുള്ള 2 അയോണുകളുമാണുള്ളത്. സെറ്റ് ആണല്ലോ, ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ റിയാക്ഷൻ? അതായത് നിരോക്സീകരണ പ്രവർത്തനം. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാടാ, നെഗറ്റീവിലാണ് ഉണ്ടാവുക. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് എന്നറിയാം, അഥവാ കാഥോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുക. അവന്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാഥോഡിൽ നടക്കുന്നത് നോക്കിക്കോടാ, പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോകുക. Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. അപ്പൊ കാഥോഡിലാണ് മക്കളെ ഇവിടെ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചതാ. കാഥോഡിലാണ് നമ്മൾ ആരെ കിട്ടുക? അലുമിനിയം കിട്ടുക. അപ്പൊ കാഥോഡിൽ ഉണ്ടാകുന്നത് അലുമിനിയം എന്ന് പറഞ്ഞ മെറ്റലും. അങ്ങനെയാണെങ്കിൽ ആനോഡ് ചോദിച്ചാൽ അതും എഴുതി വെക്കണം. 2O2- ഗീവ്സ് O2+4 ഇലക്ട്രോൺ. ഇത് പഠിച്ചു വെക്കട്ടോ, ഇക്വേഷൻ പഠിച്ചു വെക്കണേ. അപ്പൊ കാഥോഡ്, ആനോഡിൽ സ്വതന്ത്രമാകുന്ന ഗ്യാസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. മതി, ഇത്ര പഠിച്ചാൽ മതി. ഇതങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് വെച്ചോ. കാഥോഡിൽ അലുമിനിയവും അലുമിനിയവും ആനോഡിൽ ഓക്സിജനും. അതിന്റെ ഇക്വേഷനും പഠിച്ചു, സെറ്റ് ആണ്. അപ്പൊ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആണല്ലോ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ ആണ്. അതായത് ഇവിടെ 2 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യാനാണ്? കംപ്ലീറ്റ് ചെയ്യാനാണ് ഒന്നാമത് പറഞ്ഞത്. സോ ZnCO3 ZnS ഇത് 2 സിങ്കിന്റെ ഐഡികളാ. ഇതിന്റെ മക്കൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഓക്സിജനും ഉണ്ട്. അതായത് 2 ആൾക്കാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സർ എന്താണ് കാൽസിനേഷനും റോസ്റ്റിംഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എടാ സിമ്പിൾ ആടാ. കാൽസിനേഷനും റോസ്റ്റിംഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർ ചൂടാക്കുക. എന്താ പറഞ്ഞത്? 2 ആൾക്കാർ ചൂടാക്കുകയാണ്. മെൽറ്റിംഗ് പോയിന്റ് താഴേക്കായിട്ട് ചൂടാക്കും. സോ ഒരാളിൽ ഓക്സിജൻ ഉണ്ടാവും, ഒരാളിൽ ഓക്സിജൻ ഉണ്ടാവില്ല. അത്ര പഠിച്ചാൽ മതി. അങ്ങനെ സാർ ഇങ്ങനെ. എടാ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുക, പൊരിച്ചെടുക്കുക എന്നൊക്കെ അല്ലേ. അപ്പൊ ഈ വറുക്കുമ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടാകൂലേ? അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുന്നതിനെ പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ കാൽസിനേഷൻ എന്ന് പറഞ്ഞാലോ, എടാ അവിടെ ഓക്സിജൻ ഉണ്ടാവില്ല, ഓക്സിജൻസിന്റെ ആബ്സെൻസിലാണ്, അസാന്നിധ്യത്തിലാണ്. അത്രയുള്ള പരിപാടി. എക്സാമ്പിൾസ് പഠിക്കുക. കാൽസിനേഷൻ ആണെങ്കിൽ എക്സാമ്പിൾ ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബണേറ്റ് ആണ്. കിട്ടിയല്ലോ. കാൽസിനേഷൻ ആണെങ്കിൽ ഹൈഡ്രോക്സൈഡും കാർബണേറ്റുകളും. ഇനി സർ റോസ്റ്റിംഗ് ആണെങ്കിലോ, എടാ സൾഫൈഡ് ഓറുകൾ എസ് ഉണ്ടോ അത് റോസ്റ്റിംഗ് ആയിരിക്കും. അത്ര പഠിച്ചാൽ മതി. എസ് ഉണ്ടോ അത് റോസ്റ്റിംഗ് ആയിരിക്കും, CO3 ഉണ്ടോ അത് കാൽസിനേഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ZnCO3 ZnS ഇവിടെ എന്തായിട്ട് മാറുക വെച്ചാൽ അവിടെ 2 എന്തായിട്ട് മാറുക? Zn ആയിട്ടാണ് മാറുക, സിങ്ക് ആയിട്ട് കിട്ടും. സോ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ശ്രദ്ധിക്കണേ, സിമ്പിൾ ആടാ. ഒറ്റ കാര്യം, എക്സ് വൈ എന്നിവ എന്തെന്ന് തിരിച്ചറിയുക. ഇവിടെ ZnO കേട്ടോ, സിങ്ക് ഓക്സൈഡ്, ഓക്സൈഡ് ആക്കുക ചെയ്യുന്നത് ZnOയും ഇവിടെയും ZnO ആയിട്ട് മാറും. അത് കിട്ടി സർ. റോസ്റ്റിംഗിൽ നിന്ന് കാൽസിനേഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെടാൻ നമ്മളുടെ ഡിഫറൻസ് ആണ് ചോദിച്ചത്. സോ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്തു? കാൽസിനേഷനും റോസ്റ്റിംഗും പഠിച്ചിട്ടുണ്ട്. സെറ്റ് ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ആ കാര്യം എന്റെ മക്കൾ നോക്കാതെ പോകട്ടെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല. കാസ്റ്റിക് സോഡ വെരി ഇമ്പോർട്ടന്റ് കെമിക്കൽ ആണ്. സോ വെരി വെരി ക്ലിയർ ആണ് മക്കളെ. നമ്മുടെ എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലോർ ആൽക്കലി പ്രോസസ് അഥവാ
അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, write the chemical name of caustic soda. കാസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം രാസനാമം എന്തെന്ന് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. ആരാടാ? NaOH നെ നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. write the name of the industrial production of this compound. അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്ന വ്യാവസായികമായി അഥവാ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പറഞ്ഞ പേര് എന്താണ്? ക്ലോർ ആൽക്കലി പ്രോസസ് ആണ്. പഠിച്ചു വെച്ചോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അത് ക്ലോർ ആൽക്കലി പ്രോസസ് ആണ്. സെറ്റ് ആണല്ലോ. അങ്ങനെയല്ലേ മക്കളെ പഠിക്കണം. why the caustic soda is considered alkali? എന്തുകൊണ്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലി എന്ന് പറയാൻ കാരണം? സിമ്പിൾ ആണ്. ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH മൈനസ് അയോൺ അഥവാ ഏത് അയോണാ? OH മൈനസ് അയോൺ. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ OH മൈനസ് അയോണിന്റെ ഹൈഡ്രോക്സൈഡ് അയോണിന്റെ എന്ത് ചെയ്യുന്നുടാ? അവന്റെ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നുണ്ട്. OH അയോണുകളുടെ എണ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്താണ്? അത് ആൽക്കലി ആണ്. സോ OH മൈനസ് അയോൺ ആണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുക. സെറ്റ് ആണല്ലോ. ആ ഒരു കാര്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെച്ചുള്ള അത് വിട്ട് കളയരുത്. സോ മക്കളെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. NaOH ഉണ്ടാവുന്ന ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. വെരി ക്ലിയർ ആണ്. അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കിട്ടേണ്ടത് ആരേടാ? NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാ ചോദിച്ചാൽ NaCl ആണ്, അഥവാ ബ്രെയിൻ സൊല്യൂഷൻ എന്നൊക്കെ പറയും. സോഡിയം ക്ലോറൈഡ്. ഈ സോഡിയം ക്ലോറൈഡിലൂടെ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ രണ്ടാൾക്കാരുണ്ടാവാം. ഒന്നാമത്തത് Na പ്ലസും രണ്ടാമത്തത് Cl മൈനസ് അയോണുമാണ് ഉണ്ടാകുക. വെരി ക്ലിയർ. രണ്ടാമത് NaCl കൂടെ ഞാൻ കുറച്ച് വാട്ടറൂടെ മിക്സ് ചെയ്യുന്നു, വെള്ളം കൂടെ എടുക്കുന്നു. ഈ വെള്ളത്തിൽ രണ്ട് അയോൺ ഉണ്ടാവുക. ഒന്ന് OH മൈനസ് അയോണും രണ്ടാമത്തത് H പ്ലസ് അയോണും. വെരി ക്ലിയർ. ബുദ്ധിമുട്ടില്ല. ഇനി എന്റെ മക്കൾ നോക്കുക. ഈ Na പ്ലസും OH മൈനസും കൂടി ചേർന്നിട്ട് ആരായിട്ട് മാറും? NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ ആയിട്ട് മാറും. സെറ്റ് ആണല്ലോ. ബാക്കി റിമൈനിങ് ആയിട്ട് രണ്ട് അയോൺസ് ഉണ്ടാവുക. ഒന്ന് Cl മൈനസും രണ്ടാമത്തെ H പ്ലസും. ഈ Cl മൈനസ് എങ്ങോട്ടേക്കാ പോകുക? ആനോഡിലോട്ട് പോകുന്നു. H പ്ലസോ അത് കാഥോഡിലോട്ട് പോകും. മാഷേ വെരി ക്ലിയർ. ബുദ്ധിമുട്ടില്ല. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. A few subshells are given. എന്തായാലും ചോദിക്കുന്ന ഭാഗമാണ് ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ കുറച്ച് സബ്ഷെൽസ് കൊടുത്തിട്ടുണ്ട്. അവന്റെ N വാല്യൂ L വാല്യൂ കാണാനാണ്. നമ്മൾ രണ്ടാൾക്കാരെ എടുക്കാം. 3Dയും 4S കൊടുക്കാനേ. ശ്രദ്ധിച്ചോട്ടോ. രണ്ടാൾക്കാരെ പഠിപ്പിച്ചുതരാം. ബാക്കിയൊക്കെ നമുക്ക് ലേബിൾ സെറ്റ് ആക്കാം. 3D 4S. N വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നിൽ എഴുതുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും N വാല്യൂ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇവിടെ 3 ആണ്, ഇവിടത്തത് 4 ആണ്. ഇനി L വാല്യൂ അഥവാ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സബ്ഷെല്ലുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ അസിമുതൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുക. ഡിയുടെ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ എസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. രണ്ടും നമ്മൾ പഠിച്ചതാണ്, ക്ലിയർ ആയിട്ട് പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ N പ്ലസ് L വാല്യൂ, രണ്ട് സബ്ഷെല്ലുകൾ തന്നിട്ട് അവന്റെ N പ്ലസ് L മൂല്യം കാണാൻ പറഞ്ഞാൽ ഊർജം കാണുക എന്നാണ്. രണ്ട് ഷെല്ലുകളുടെ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള ഏറ്റവും ഊർജം കൂടുതൽ ആർക്കാ എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണ് N പ്ലസ് L എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 5 ആണ്. സോ അടുത്ത് നോക്കുമ്പോൾ 4 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 4 ആണ്. സർ ഇതിൽ ഏറ്റവും എനർജി കൂടുതൽ ആർക്കാടാ? എടാ 3Dക്കാണ് ഏറ്റവും എനർജി കൂടുതൽ വരിക. ബുദ്ധിമുട്ടില്ല സർ. അങ്ങനെ എനർജി കുറവാരാടാ? 4S ആണ് എനർജി കുറവ്. ക്ലിയർ ആണല്ലോ. അപ്പൊ N പ്ലസ് L വാല്യൂ കാണാനാണ് പറഞ്ഞത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ലേബിൾ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്താലും പഠിച്ചു വെച്ചോ. N വാല്യൂ കാണാനും L വാല്യൂ കാണാനും പിന്നെ N പ്ലസ് L വാല്യൂ രണ്ടുകൂടെ പിടിച്ചാണ് കൂട്ടാ. കിട്ടിയല്ലോ. ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോടാ. അതായത് ഇരുമ്പിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മക്കളെ നോക്കിക്കോ. കുറച്ച് ഇക്വേഷൻസ് ഇവിടെ 5 ഇക്വേഷൻസ് അഥവാ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന 5 ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഓർ ഓഫ് അയൺ യൂസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസിൽ അഥവാ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ യൂസ് ചെയ്യുന്ന ഓർ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? Fe2O3 എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ ഓറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഹെമറ്റൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ദ റെഡ്യൂസിംഗ് ഏജ് ഇൻ ദിസ് പ്രോസസ്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിരോക്സികാരി ആരാണ് എന്നാണ് ചോദിച്ചത്. എടാ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നിരോക്സികാരി ആരാ ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് ആണ്. ആരാടാ? കാർബൺ മോണോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ CaO ഇൻ ദ പ്രോസസ്? എന്തിനാണ് കാൽസ്യം ഓക്സൈഡ് CaO ന്റെ റോൾ എന്താ ചോദിച്ചാൽ ഫ്ലെക്സ് ആണ്. ടു
ആക്ട് ദ ഫ്ലെക്സ് ആണ്, അഥവാ കാൽസ്യം ഓക്സൈഡ് ആണ് ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് സർ ഫ്ലെക്സ്? അതായത് ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ ഹെമറ്റേറ്റിന്റെ കൂടെയുള്ള മെയിൻ ഇമ്പ്യൂരിറ്റീസ് ആണ്, അഥവാ മാലിന്യമാണ്. SiO2 എന്ന് പറഞ്ഞാൽ സിലിക്ക. ഈ സിലിക്കയെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗാങ്ങിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഫ്ലെക്സ്. ആരാ ഫ്ലെക്സ്? CaO ആണ്. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഗിവൺ ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റ് ദ സ്ലാഗ് ഫോർമേഷൻ? ഈ ഇക്വേഷനിൽ ഏതാണ് സ്ലാഗ് ഉണ്ടാകുന്ന ഇക്വേഷൻ എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ഇക്വേഷൻ ആണ്. സ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, CaO എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ആണ്. ഇനി SiO2 എന്ന് പറഞ്ഞാൽ ഗാങ് ആണ്. സോ ഫ്ലെക്സും ഗാങ്ങും തമ്മിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ആളാടാ CaSiO3, കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നു. ഇതാണ് സ്ലാഗ് ഉണ്ടാകുന്ന ഇക്വേഷൻ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം, ഇക്വേഷൻസ് എന്നിട്ട് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് എന്ന് ചോദിക്കാട്ടോ. സോ പഠിച്ചു പോയിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആടാ. നമ്മൾ സിമ്പിൾ ആയി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാ തുടങ്ങുന്നത് ചോദിച്ചാൽ ഈതൈൻ ആണ് കേട്ടോ. ഏതാടാ? ഈതൈൻ ആണ് തുടങ്ങുന്നത്. ഈതൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം YN ആണ് സർ അവസാനം വന്നുള്ളത്. അപ്പൊ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈതൈന് എന്ന് പറഞ്ഞ രണ്ട് കാർബണ് ട്രിപ്പിൾ ബോണ്ട്. സെറ്റ് ആണ് സർ. ഇനി നോക്കണേ, ഇവിടെ ഈ ഈതൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈതൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ HCl-യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വരുന്നു, ബാക്കി Cl ഇങ്ങോട്ടേക്കും വരുന്നു. ഇതൊരു അഡീഷണൽ റിയാക്ഷൻ ആണ്. ഇവൻക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താടാ? ഇതായിരിക്കും ഇവന്റെ പ്രൊഡക്റ്റ്. കിട്ടിയല്ലോ. CH2 ഡബിൾ ബോണ്ട്, ഈ ബോണ്ട് പൊട്ടിക്കുന്നു, ഈ ബോണ്ട് പൊട്ടിച്ച് ഡബിൾ ബോണ്ടിലോട്ട് മാറുന്നു. CH2 ഡബിൾ ബോണ്ട് CHCl. സെറ്റ് ആണ് സർ, കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഈ സംയുക്തം പോളിമറൈസേഷൻ വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ പേരെന്താണ്? ഇതെന്താടാ? ഇത് പോളിമറൈസേഷൻ ഭാഗമാകുമ്പോൾ ഇവനെ പറഞ്ഞ പേരെന്താടാ? PVC എന്നായിരിക്കും, അഥവാ പോളി വിനൈൽ ക്ലോറൈഡ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇക്വേഷൻ എഴുതാനാടാ പറഞ്ഞത്. എടാ ഇവന് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിക്കോട്ടെ, നല്ലോണം ശ്രദ്ധിച്ചോ. CH2 ഡബിൾ ബോണ്ട് CHCl. N മുന്നിലിട്ടാൽ അത് മോണോമർ ആണ്. N മുന്നിലാണെങ്കിൽ മോണോമർ. ഇവനെ പോളിമർ ആക്കാൻ എന്ത് ചെയ്യുന്നു? CH2 ബോണ്ട് സിംഗിൾ ആക്കുന്നു, CH പിന്നെ അതുപോലെ Cl, ബ്രാക്കറ്റ് കൊടുക്കുന്നു, രണ്ട് കൈ വരയ്ക്കുന്നു, അവസാനം N ഇടുന്നു. ഇത് പോളിമർ ആയി. സോ ഇത് PVC കിട്ടിയില്ലേ? ഇതേതാടാ? ഇത് VC വിനൈൽ ക്ലോറൈഡ്, ഇത് PVC പോളി വിനൈൽ ക്ലോറൈഡ്. മക്കളെ ഇങ്ങനത്തെ ഒരു ചോദ്യം പഠിക്കാതെ പോകല്ലേ കേട്ടോ. സോ അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിലും കിഡിലും പ്രഡിക്ഷനുമായിട്ട് ഇതുപോലെ നമ്മൾ എക്സാമിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ കൃത്യം 7:30 മണിക്ക് ഞാനും MS ലൈവിൽ ഉണ്ടാവും. സോ ആരും മിസ് ചെയ്യണ്ട, ലൈവിൽ പോകുന്നോളാം. നമുക്ക് സെറ്റ് ആക്കി പഠിക്കാം.